നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കാർത്തി, മനു ഇരിക്കടാ. നിനക്ക് തരാൻ ട്രാവൽസിന് തന്നു വിട്ടതാ വണ്ടി ഓടിയ എന്റെ കാശ്. താങ്ക്സ് ഡാ. ഇത് നിനക്ക് തരാൻ എന്നൊരാൾ ഏൽപ്പിച്ചതാ. എനിക്ക് തരാനോ? ആര്? നിന്റെ അനിയത്തി പാർവതി. നീ സത്യമാണോ പറഞ്ഞത്? സത്യമാടാ. നിനക്ക് തരാൻ നിന്റെ അമ്മ അവളുടെ കൈ കൊടുത്തു വിട്ടതാ. എനിക്കും കിട്ടിയടാ 100 രൂപ. മനുഷ്യൻ എപ്പോഴാ വന്നത്? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇവൻ വണ്ടി ഓടിയതിന്റെ കാശ് കൊടുക്കാൻ വന്നതാ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഉരുപ്പടിയിൽ തിരിച്ചു കൊടുക്കാൻ പോവാണെന്ന് നീ സ്വാതിയോട് പറഞ്ഞോ? ഇല്ല, പറയണം. സംഭാരം. എന്നാ പിന്നെ ശരിയടാ, ഞാൻ വിളിക്കാം. സ്വാതി, ഞാൻ ഇറങ്ങുവാണേ. ശരി, എന്നാ ശരിയടാ. വാടക കൊടുക്ക. EMI-ല് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും TV എടുത്തത് നീ മറന്നോ? കഴിഞ്ഞ മാസത്തെ ഈ മാസത്തെ EMI അടയ്ക്കാനില്ലേ? അടുക്കളയിലാണെങ്കിൽ ഒറ്റ സാധനവും ഇല്ല. വീട്ടുവാടകയും കൊടുക്കണം. ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? EMI-ല് സാധനങ്ങൾ വാങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞതാ, സ്ഥിരമായിട്ടൊരു ജോലി ഇല്ലാതെ ബാധ്യതകൾ വരുത്തി വെച്ചാ അത് പ്രശ്നമാവുന്നു. നീ കേട്ടില്ലല്ലോ. എന്നിട്ട് അതിന് കാശ് വേണം, ഇതിന് കാശ് വേണം എന്ന് പറഞ്ഞാ ഞാൻ എവിടെ നിർത്തി തരാനാ? കാർത്തികേ, നിന്നെ പോലെ അരപ്പട്ടിണിയും മുഴിപ്പട്ടിണിയായിട്ട് ജീവിച്ചവളല്ല ഞാൻ. ഒന്നുമില്ലാത്തവന്റെ കൂടെ ഇറങ്ങി വന്നെന്നും വെച്ച് പിച്ചക്കാരിയെ പോലെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ എനിക്ക് വേണം. അത്യാവശ്യ സൗകര്യങ്ങളല്ല, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന നിന്നെ വിളിച്ചിറക്കി കൊണ്ട് വരുമ്പോ അതൊക്കെ തന്നെ ആയിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ അതിനെനിക്ക് കുറച്ച് സമയം വേണം. നല്ലൊരു ജോലി സംഘടിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിനക്കും അതറിയാലോ. ഇരിക്കുന്നതിന് മുൻപ് കാല് നീട്ടരുതെന്ന് മുതിർന്നവർ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന അതാ. ഓരോ മുടന്ത ന്യായം പറഞ്ഞ് എന്റെ വായി അടപ്പിക്കാൻ നോക്കരുത്. സ്വാതി, ഒന്നുമില്ലാത്ത എന്നെയല്ലേ നീ സ്നേഹിച്ചത്? ഞാൻ നൽകുന്ന സൗകര്യങ്ങൾ മതിയെന്നല്ലേ നീ എന്ന് എന്നോട് പറഞ്ഞത്? എന്നിട്ടിപ്പോ എനിക്ക് പറ്റില്ല. നീ ജീവിച്ച പോലെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. EMI അടയ്ക്കാൻ എന്താ വഴി? അത് പറ. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. നീ എനിക്കൊരു അല്പ സ്വൈരം എന്താ? 4 ദിവസം ഓട്ടം ഉണ്ടെന്നല്ലേ നീ എന്നോട് പറഞ്ഞിരുന്നത്? എന്നിട്ട് നീ എന്തിനാ പെട്ടെന്ന് തിരിച്ചു വന്നത്? ഒരു ദിവസം കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ 2000 രൂപ കൂടെ കിട്ടുമായിരുന്നില്ലേ? സ്വാതി, കാര്യമറിയാതെ നീ സംസാരിക്കരുത്. വണ്ടിയുമായിട്ട് ഞാൻ പോയത് എവിടെയാണെന്ന് എനിക്കറിയോ? നീ പറഞ്ഞാലല്ലേ ഞാൻ അറിയൂ. എന്റെ നാട്ടില്, എന്റെ അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിയുടെ അനിയത്തിയുടെയൊക്കെ മുന്നിലേക്ക്. സൗകര്യങ്ങൾ കുറഞ്ഞു പോയതിന്റെ പരാതിയില്ല നിനക്ക്? എന്റെ കൂടെ വന്നതോടെ ആർഭാട ജീവിതം നഷ്ടപ്പെട്ടതിന്റെ പരാതിയല്ലേ നിനക്ക്? പക്ഷെ ഞാൻ നിന്റെ കൂടെ വന്നപ്പോ എന്റെ അച്ഛനും അമ്മയ്ക്കും കൂടെപ്പിറപ്പുകൾക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് നിനക്കറിയോ? എല്ലാം, സ്വന്തമായിട്ടുണ്ടായിരുന്നത് എല്ലാം. വീട് പോലും നഷ്ടപ്പെട്ടു. ആരുടെയൊക്കെ ഔദാര്യത്തിൽ അവരിപ്പോ കഴിയുന്നത് അറിയോ നിനക്ക്? മഹാപാപ ഞാൻ എന്റെ കുടുംബത്തോട് ചെയ്തത്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നേരിട്ട് കണ്ടതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. ആഹാരം പോലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല. അറിയോ നിനക്ക്?
ഇങ്ങനെ പോയാ എനിക്ക് എനിക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പോഴാ നിന്റെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എടുത്തുകൊണ്ട് വന്ന സ്വർണം മുഴുവനും ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവാ. തിരിച്ചു കൊടുത്ത് അച്ഛന്റെ അമ്മയുടെയും ചേച്ചിയുടെയും കാലിൽ വീണ് എനിക്ക് മാപ്പ് പറയണം. അതിനുവേണ്ടിയാ ഞാൻ പെട്ടെന്ന് ഓടി വന്നത്. ഞാൻ തന്നാലല്ലേ നീ കൊടുക്കൂ. ആ ആഗ്രഹം നീ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേക്ക്. സ്വാതി, വലിയ കഷ്ടത്തിലവര്. നേരിട്ട് കണ്ടാൽ മാത്രമേ നിനക്കത് മനസ്സിലാവൂ. ജനിച്ചു വളർന്ന് അത്യാവശ്യം സൗകര്യങ്ങളോടെ ജീവിച്ചു വന്ന നാട്ടില് ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്നത് എനിക്ക് ജന്മം നൽകിയ എന്റെ അച്ഛനാ. എന്നെ പെറ്റുപോറ്റിയ എന്റെ അമ്മയാ, എന്റെ കൂടെ പിറപ്പുകളാ. ഇനിയും അവരോട് ദുഷ്ടതരം കാണിക്കാൻ എനിക്ക് കഴിയില്ല. ആ ഉരുപ്പടികൾ അവർക്ക് തിരിച്ചു കൊടുക്കാൻ എനിക്ക് എന്തിനാ നിന്റെ സമ്മതം? എന്റെ സമ്മതം വേണം. അത് നീ എനിക്ക് തന്നതാ. എന്റെ ഭർത്താവ് എനിക്ക് തന്നതാ. എന്റെ സമ്മതം ഇല്ലാതെ അത് തൊടാൻ പോലും ആർക്കും കഴിയില്ല. നിന്റെ കാല് പിടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. കാർത്തിക്, കാർത്തിക്, വേണ്ട. സ്വാതി മാറ്. ഞാനാ പറയുന്നത്, പ്ലീസ്. സ്വാതി മാറാൻ. നിന്റെ സ്വാതിയാ പറയുന്നത്, വിട്. നീ വിട്. ശ്ശേ. എന്റെ ശവത്തി ചവിട്ടിട്ടെ നിനക്കിത് കൊണ്ടുപോകാൻ കഴിയൂ. സ്വാതി വേണ്ട. നിനക്കെന്നെ ജീവനോടെ വേണമെങ്കിൽ അതവിടെ വെക്ക്. വയ്ക്കാം വെക്കാൻ. വയ്ക്കാം വയ്ക്കാം. ഞാൻ പോയിക്കോട്ടെ സർ. പാർവതി, ഒരു മിനിറ്റ്. ഇത് നിനക്ക് തരാൻ വേണ്ടി ഉത്സവ സ്ഥലത്ത് നിന്ന് വാങ്ങിയതാ. ഓരോരോ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് അവിടെ വെച്ച് നിനക്കത് തരാൻ കഴിഞ്ഞില്ല. പ്രേംചേട്ടൻ അവിടെ വെച്ച് വാങ്ങിയൊരു ഗിഫ്റ്റ് എനിക്ക് തന്നു. ഇപ്പൊ കൈലാഷ് സാറും തരുന്നു. രണ്ടുപേരും പ്ലാൻ ചെയ്ത് വാങ്ങിയതാണെന്നാ തോന്നുന്നത്. എന്താ പാർവതി? പാർവതി എന്താ ആലോചിക്കുന്ന? ഒന്നല്ല സർ. ഇത് വാങ്ങ പാർവതി. വലിയ വിലയുള്ള ഗിഫ്റ്റൊന്നും അല്ല. എനിക്കിത് കണ്ടപ്പോ ഇഷ്ടമായി. പാർവതിക്ക് ഇഷ്ടാവെന്ന് തോന്നിയതുകൊണ്ടാ വാങ്ങിയത്. അയ്യോ കൊലുസ്. ഇഷ്ടമായോ പാർവതിക്ക്? ഇഷ്ടമായോന്നോ? ഒരുപാട് ഇഷ്ടായി. ഇത് ഇഷ്ടമാവുമെന്ന് എനിക്കറിയായിരുന്നു. ഈ കൊലുസ് അണിഞ്ഞിട്ട് വേണം പാർവതി നാളെ കമ്പനിയിൽ വരാൻ. എന്നാ ഞാൻ പോയിക്കോട്ടെ സർ.